ഇല്ലല്ല, ഇതിലൊതുങ്ങുന്ന ഒരിക്കലും കരുതുന്നില്ല. ഇനിയും വോയിസുകൾ പല കുട്ടികളും പേടിച്ചിട്ട് പറയാതിരുന്ന പല രക്ഷിതാക്കളും പല ആളുകളും ഇവിടെ നിന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊരങ്ങാട് നിന്ന് കളവ് കേസിൽ പിടിച്ചു കൊണ്ടുപോയ ആ വ്യക്തിയുടെ കുട്ടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വോയിസുകളും കാര്യങ്ങളും കൊച്ചു പിള്ളേർ തന്നെ, അവളെ അനിയത്തി, അവൻ്റെ പെങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് ആ കുട്ടി വരെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയൻ ഒരുപാട് തല്ലി അവനെ കൊല്ലാനാക്കി എന്നൊക്കെയുള്ള ഒരു ഇത് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷമായിട്ട് നീതി കിട്ടും വരെ അവർ തെളിയിക്കും, ഈ കേസ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ ഉറപ്പ് തന്നിട്ടുണ്ട്, അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ പേരൻസും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞു ഇങ്ങനെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെളിഞ്ഞു വരികയാണ്. ഇതിൽ പ്രാഥമികമായിട്ട് പറയുന്ന ഒരു കാര്യം, മുതിർന്നവർക്ക് ഇതിൽ പങ്കില്ല, വിദ്യാർത്ഥികൾ തന്നെ ആസൂത്രണം ചെയ്തതാണെന്നൊരു നിഗമനം ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ആയുധങ്ങളൊക്കെ കണ്ടെടുത്തത് വീട്ടിൽ നിന്നാണെങ്കിൽ ഇതിൽ ഏത് ആൾക്കും, ബുദ്ധിയുള്ള ആൾക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. ഇത് രക്ഷിതാക്കളുടെ പേരൻസിൻ്റെ സമ്മതത്തോടു കൂടി അവരറിയക്കൊള്ളയാണ് ഇത് നടക്കുന്നതെന്ന് ഒരുവിധ ആൾക്കാർ മുഴുവനും പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രശ്നങ്ങളിലും ഒതുക്കി തീർന്നു. ഈ പ്രാവശ്യം അതിലും ഭീകരമായിട്ട് വന്നു. ഇനി അടുത്ത പ്രാവശ്യം ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ രക്ഷിതാവും പറയുന്നത് ശക്തമായി ഇത് പ്രതികരിക്കണം. കുറ്റവാളികൾ മാത്രം, നിരപരാധികളെ ശിക്ഷിക്കേണ്ട, കുറ്റവാളികളെ നീതിയായത് രാഷ്ട്രീയം നോക്കാതെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ട് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ സ്റ്റോപ്പാവും. അല്ലാതെ ഇനിയും വരുന്ന തലമുറയിലേക്ക് ശക്തമായി ഇത് പോവുക ചെയ്യുന്നത്. അത് ഇനിയിപ്പോൾ ഈ 15 വയസ്സായ കുട്ടികളിലത് ഇനി 10 വയസ്സായ കുട്ടികളിലേക്കാണ് ഇത് വരുന്നത്. അത് ഈ വീട്ടിൽ നിന്ന് നേരാവണ്ണം ആയുധം എടുത്ത് പോകുന്ന രംഗങ്ങളാണ്. ഉണ്ട്, പങ്കുണ്ട്, തീർച്ചയായിട്ടും പങ്കുണ്ട്. അവർ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട് എന്നെ വിളിച്ചിരുന്നു. കോളേജിൽ പോയി മകന് അത്യാസന്ന നിലയിൽ കിട്ടൂല എന്നുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ട് കഴിഞ്ഞ ശേഷം ഒരു കോൾ മറ്റ് സ്നേഹിതൻ്റെ ഫോണിൽ കോൾ ചെയ്ത് എൻ്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു. ഈ പിതാവ് വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പരിചയപ്പെടുത്തി കൂടായിരുന്നോ എന്നുള്ളൊരു വാക്ക്. അവനും ഞാനും പരിചയം, ഒരേ അങ്ങാടിയിലുള്ള ആളാണ്. അതുകൊണ്ട് ആ കൊച്ചുകുട്ടി 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ എൻ്റെ കുട്ടിയുടെ കൂടെ പഠിച്ച കുട്ടിയാണ്. ഇത് 2 സ്കൂളുകൾ ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങളിൽ ഈ കിട്ടിയവൻ അവരെ ആക്രമിച്ചു. സാധാഗതിയിലുള്ള ഒരു ആക്രമണമല്ല, ആണോ? അല്ല, ജനങ്ങൾ മുഴുവനും പറയുന്നില്ല, ഒന്നടങ്കം കേരളം മൊത്തം രക്ഷിതാക്കൾ പൂർണ്ണമായിട്ടും അവർ നിരീക്ഷിക്കുന്നുണ്ട്. അവരെ കുട്ടികൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ടോ എന്ന് അവർ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഇത് ശക്തമായിട്ട് പല ക്യാമറകളും, അതായത് CCTV ക്യാമറകൾ അറിയാൻ കഴിയും. വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായും തെളിയിക്കപ്പെടും. നിരപരാധിയായ എൻ്റെ മകൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും പുറത്തു വരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത് നീതിമായ സത്യസന്ധമായ അന്വേഷണം പോകണം. സ്വാധീനം ചെലുത്താതെ ആളുകൾ ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ, ഞാൻ പറയുന്നത് രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇതിവിടെ സ്റ്റോപ്പാക്കാൻ കഴിയും. അതല്ലാതെ ഇനിയും ഇത് ശക്തമായി മുന്നോട്ട് ഇതിനൊരു താക്കീത് കൊടുക്കാതെ പോവുകയാണെങ്കിൽ വരുന്ന തലമുറ നശിച്ചുകൊണ്ടിരിക്കും. സ്കൂളിൽ പഠിക്കാനോ കോളേജിൽ പഠിപ്പിക്കാനോ സാധാരണക്കാരായ ആളുകൾക്ക് കഴിയാത്തൊരു അവസ്ഥയിലാണ് വരാൻ പോകുന്നത്. നേരത്തെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു ചില മാതാപിതാക്കളൊക്കെ അങ്ങ് സമീപിക്കുന്നുണ്ടെന്ന്. അവരുടെ കുട്ടികളും പെട്ടുപോയി എന്നാണ് പറയുന്നത്. അവർ കുട്ടികൾ പെട്ടിട്ട് കുട്ടികൾ കാണുന്നുണ്ട്. ഈ ഗുണ്ടായിസം കാണിക്കുന്ന, അതായത് ഇതിൽ പെട്ട കുട്ടികൾ മറ്റുള്ള കുട്ടികളോട് ചർച്ച ചെയ്യുന്നത്, അങ്ങനെ ചെയ്തു ഞങ്ങൾ ഒരു സ്റ്റാർ ആവാൻ മാതിരി സിനിമ സ്റ്റൈൽ തന്നെ. അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഒരാളെ കൊല്ലണം തോന്നിക്കഴിഞ്ഞാൽ നേരിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവനൊരു തന്ത്രപൂർവ്വം കുടുക്കി ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. കേസ് പിൻവലിക്കണമെന്നൊക്കെ ഏതെങ്കിലും രക്ഷിതാക്കൾ ആരും ആവശ്യമായിട്ട് വരാനില്ല. ഇത് സത്യസന്ധമായിട്ട് ഇവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പങ്കുണ്ടെന്ന് ഇതിൻ്റെ മുന്നിൽ കഴിഞ്ഞ വർഷം നടന്നതിൽ പേരൻസ് ചെന്നിട്ട് അവരോട് പറഞ്ഞ് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇത് നിങ്ങൾ കോംപ്രമൈസ് ആക്കണം പുറത്ത് വെച്ചിട്ട് എന്നുള്ള ഈ സ്കൂൾ ഭാഗത്തുനിന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. PTA ഈ ലിസ്റ്റിലുള്ള കുട്ടികളാണ് 5 പേര്. ഇനിയും കുട്ടികളുണ്ട്. ആ പ്രതിയായ കേസിൽ പ്രതിയായ അയാളുടെ മകനും ഇതിൽ പങ്കാളിയാണ്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക കൊച്ചുകുട്ടികളാണ്. അവർക്ക് ജോയിൻ ആക്ട് പ്രകാരം ഒഴിഞ്ഞു മാറാൻ കഴിയും, ഓലെ പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുള്ളത് കൊണ്ട് ഇനിയും ശക്തമായിട്ട് അവർ മുന്നോട്ട് വരിക ചെയ്യുന്നത്.